പിന്നെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ്. അതെ, ദൃശ്യമാധ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല. അതെ, ദൃശ്യമാധ്യമത്തിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല. കേരളത്തോടൊരു വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണമാണിത്. ഈ ദൃശ്യങ്ങൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ജനം വിശ്വസിച്ചേനെ. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ മാറ്റിയത് മാത്രമാണെന്ന് വിശ്വസിച്ചേനെ. പക്ഷേ ദൃശ്യങ്ങൾ കള്ളം പറഞ്ഞില്ല. നീതിയുടെ ഒരു സ്പർശമായ ആ ദൃശ്യം ബാക്കി നിന്നു. പ്രത്യേക അന്വേഷണ സംഘം ആ ദൃശ്യമടക്കം പരിശോധിച്ചുകൊണ്ടാണ് 2 പ്രതികളിൽ നിന്ന് ആ എണ്ണം 5 പേരിലേക്ക് വർദ്ധിപ്പിക്കുന്നത്. അതിനാണിപ്പോൾ ഒരു നിയമ നടപടി വന്നിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും തിരിച്ചു വരാം. ചെറിയൊരു ഇടവേള കൂടി എടുത്ത ശേഷം.